തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് റോഷി ആൻഡ് വെങ്കടി. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു സുരക്ഷ, അതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിനുശേഷം നമുക്ക് ഓരോ വാർത്തകളായി പറയാം. തീർച്ചയായിട്ടും. എങ്ങനെയാണ് സംസ്ഥാനത്ത് സുരക്ഷയൊക്കെ ഉള്ളത് അരുൺ? നിലവിൽ വെങ്കി ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാനിപ്പോഴുള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 13 പവൻ്റെ സ്വർണം കളവ് പോയി എന്നുള്ളൊരു വാർത്ത ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പുറത്തു വരുന്നത്. ഏകദേശം 107 ഗ്രാം സ്വർണം എന്തായാലും നിലവിൽ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നതിനെ തുടർന്ന് നിലവിൽ ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ ഫോർട്ട് പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 7-ാം തീയതി ഇവിടെ ഈ താഴികക്കുടം സ്വർണ്ണഭൂഷണവുമായി ബന്ധപ്പെട്ട് പണികൾ നടന്നു വരികയായിരുന്നു. ഇതിന് പിന്നാലെ പണികൾ ഇടയ്ക്ക് നിർത്തിവെക്കുകയും ഇന്നലെയാണ് വീണ്ടും പുനരാരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 13 പവൻ സ്വർണം കാണാതെ പോയിരിക്കുന്നു എന്നുള്ളൊരു വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൽ നിലവിൽ ഈ മോഷണം നടത്തിയത് കൃത്യമായി ധാരണയുള്ള അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവനക്കാരനാണെന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. നിലവിൽ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ ഈ ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളെ അടക്കമുള്ളവരെ ഇന്നലെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇതിലാണിപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു അറിവ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ സ്വർണം പൂഷണവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം തിരിച്ചു വെക്കുന്നത് ലോക്കറിലാണ്. ആ ലോക്കറിൽ വയ്ക്കുന്നതിന് മുൻപാണ് ഈ മോഷണം പോയി എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് ധാരണയുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ മോഷണം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ഒരു ജീവനക്കാരന് എന്തായാലും സംശയമുണ്ട്. അദ്ദേഹത്തെ ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ ചോദ്യം ചെയ്ത് ഈ ഒരു അന്വേഷണം തെളിയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഫോർട്ട് പോലീസ്. പ്രധാനമായും പോലീസ് ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ളവ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും ഇതിൽ CCTV ആണ് ഒരു മൂന്നാം കണ്ണായിട്ട് പോലീസിന് മുൻപുള്ളത്. അപ്പോൾ CCTV അടക്കമുള്ളവ കൂടുതൽ പരിശോധനയ്ക്കും വിധേയമാക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം പോയിരിക്കുന്നത്. അതെന്തായാലും അത് എടുത്ത ആൾ ഇത് മനസ്സിലാക്കാത്ത വ്യക്തിയല്ല, ഇതിനകത്തുള്ള കൃത്യമായി ധാരണയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക്കറിൽ വെക്കുന്നതിന് മുൻപാണ് ഈ മോഷണം പോയിരിക്കുന്നത്. ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മോഷണം പോകാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മുൻപിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും എത്രയും വേഗം കള്ളനെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഫോർട്ട് പോലീസ്. എന്തായാലും കള്ളൻ കപ്പൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം.